രാവിലെ എഴുന്നേക്കുന്ന പതിവില്ലാത്തോണ്ട് ഉച്ചക്ക് എഴുന്നേറ്റപ്പോ എന്ന് പറയുന്നതായിരിക്കും ശരി. എന്തായാലും എഴുന്നേറ്റപ്പോ ചേട്ടൻ പൂവൊക്കെ തന്നെ സർപ്രൈസ് ചെയ്തത് വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന പ്രതീക്ഷിച്ചാണ് രാത്രി കിടന്നുറങ്ങിയതെങ്കിലും രാവിലെ പൂവ് ഞാൻ പ്രതീക്ഷിച്ചില്ല. പിന്നെ കളർ ചുവപ്പാണെങ്കിലും റോസാപ്പൂ അല്ലാട്ടോ, അത് ഏത് പൂവാണെന്ന് വാങ്ങിക്കൊണ്ടെന്ന് ചേട്ടനെ അറിയാൻ വയ്യ. എന്നാലും പൂവിനേക്കാളും എനിക്ക് സർപ്രൈസ് എന്താണെന്നറിയോ, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഒന്ന് ക്ലീൻ ഷേവ് ചെയ്ത് കാണും ഞാൻ പറയുന്നുണ്ടായിരുന്നു. ചത്താലും ചെയ്യില്ലെന്ന് പറഞ്ഞാണ് മനുഷ്യൻ നടന്നത്. അങ്ങനെ ഇന്ന് ഷേവ് ഒക്കെ ചെയ്ത് കണ്ടപ്പോ ഞാൻ ഞെട്ടി. അപ്പൊ നമുക്കും തിരിച്ചങ്ങോട്ട് ഞെട്ടിക്കണ്ടേ? ഞെട്ടുവെന്നറിയാൻ വയ്യ. എന്നാലും നോക്കാം. ഒന്നും വാങ്ങിക്കൊടുക്കാൻ എന്റെ കയ്യിൽ കാശില്ലാത്തതിനാൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം. കഴിച്ചത് വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് മിൽക്ക് കേക്ക്. അതാണെങ്കിൽ ചേട്ടനൊട്ട് കഴിച്ചിട്ടില്ല. ഇനിയിപ്പോ ഉണ്ടാക്കി ഇത്തിരി കുളമായാലും കുഴപ്പമില്ല, കാരണം ഇതിന് ശരിക്കുള്ള ടേസ്റ്റ് എന്താണെന്ന് ചേട്ടൻ അറിയില്ലല്ലോ. ഇതിനു മുമ്പ് ഞാൻ ഒറ്റ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ എന്റെ വീട്ടിലാണ് അവനൊന്നും ഇല്ലാത്തോണ്ട് തന്നെ ഒന്നെങ്കിൽ കുക്കറിൽ അല്ലെങ്കിൽ ഇഡലി പാത്രത്തിൽ ഇതിലേതിലായിരിക്കും ഞാൻ ഉണ്ടാക്കാറുള്ളത്. ഇവിടെ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ പറ്റിയ സകല സാധനങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും കുക്കറിലും കൂടി ഉണ്ടാക്കി ശീലിച്ചു വിട്ട് എനിക്ക് അത് തന്നെ എളുപ്പം. ഇനിയിപ്പൊ അറിയാത്ത സാധനത്തിലൊക്കെ കൊണ്ടുവച്ചിട്ട് അത് കരിച്ചു കളഞ്ഞ് കരിഞ്ഞ സർപ്രൈസ് കൊടുക്കണ്ടല്ലോ. ഹൈ സുഭാഷ്, ഇതിപ്പോ എന്താ ചേച്ചി കരിഞ്ഞ സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് ആ കേക്ക് മുഴുവനെ നിർത്തിയും കരിച്ചല്ലോ. എന്റെ മക്കളെ, അത് കരിഞ്ഞതല്ല, അതൊക്കെ നമ്മുടെ ഒരു ട്രിക്ക് അല്ലേ. ആ പുറം അങ്ങോട്ട് ഇളകി കളഞ്ഞ സെറ്റ്. പിന്നെ ഇതിന്റെ മുകളിൽ ഇടാനുള്ള ക്രീം വാങ്ങാൻ പോയിട്ട് കിട്ടിയില്ല. അപ്പൊ ഇതുപോലുള്ള പ്രത്യേക സാഹചര്യങ്ങളിൽ കിട്ടുന്നത് അങ്ങ് ഉപയോഗിച്ചോണം. പിന്നെ സ്വല്പം അലങ്കാരത്തിന് ബ്ലാക്ക്ബെറി വെച്ച് കൊടുത്തു. ഇതിപ്പോ ചേട്ടനെ കൊണ്ട് തന്നെ സാധനം വാങ്ങിപ്പിച്ചിട്ട് ചേട്ടന് കേക്ക് ഉണ്ടാക്കി കൊടുത്തു. എടവനെ ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല, അമ്മാതിരി ടേസ്റ്റ്. കാരണം ഞാൻ ഈ കേക്ക് ഷേക്ക് ചോക്ലേറ്റ് എന്ന് പറഞ്ഞ് നടന്നാലും ചേട്ടന് കുറച്ചുകൂടെ സ്പൈസി സാധനങ്ങളെ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഇവിടെ ഐസ്ക്രീം വാങ്ങിച്ചാൽ പോലും ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചേർക്കണം. പക്ഷേ കേക്ക് ചേട്ടന് നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞു.